എന്ത് പറയാനാണ് ഗൈസ്. കാരണം 2025 ന്യൂ ഇയറിൽ ഞാൻ ആദ്യമായി കണ്ട സിനിമ ക്രേവൺ ദ ഹണ്ടർ തന്നെയായിരുന്നു. ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പനിയും ജലദോഷം വരെ എനിക്ക് പിടിച്ച്. സോ ഈ വർഷം വളരെ സൂപ്പറായിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. വീഡിയോയുടെ സൗണ്ട് വൻ ശോകമായിരിക്കും. എന്നിരുന്നാൽ തന്നെ സോണിക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഫ്രാഞ്ചൈസ് തന്നെയാണ്. അതായത് ഒരു വീഡിയോ ഗെയിമിൻ്റെ അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ ഇതിനു മുമ്പ് ഇറങ്ങിയ 2 സിനിമയും നല്ല രീതിയിൽ അവർക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ സിനിമ കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് തന്നെയായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണിക്കിൻ്റെ ഈ ഒരു മൂന്നാമത്തെ സിനിമ നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണണോ വേണ്ടിയോ, ഇത് സിനിമ നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധികം എനർജി പ്രതീക്ഷിക്കരുത്. സോ ഒന്ന് സഹിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. അപ്പോൾ സോണിക് ദ ഹെഡ്ജോഗ് 3 ഈ സിനിമയുടെ പ്രെമിസസിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഇതിന് മുമ്പ് 2 സിനിമ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സിനിമ കണ്ടതിന് ശേഷം ഇത് കാണാവുള്ളൂ. കാരണം അതിനകത്ത് കുറേ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു മൂന്നാമത്തെ സിനിമ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ടീം സോണിക് വിഎസ് ഡോക്ടർ റോബോട്ട്നിക്, അതായത് നമ്മുടെ ജിം ക്യാരിയുടെ ക്യാരക്ടർ. പക്ഷേ ഇത്തവണ ഒരു ഡോക്ടർ റോബോട്ട്നിക് അല്ല, നമുക്ക് 2 എണ്ണത്തിനെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഫൈനലി ഞാൻ ഈ ഒരു സിനിമ കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഷാഡോ. ആൻഡ് ആ ഒരു ഷാഡോൻ്റെ വോയിസ് ഓവർ ചെയ്തിട്ടുള്ള മറ്റാരുമല്ല, ദ ലെജൻഡറി കിയാനോ റീവ്സ് തന്നെയാണ്. ആൻഡ് ഇതാണ് സിനിമയുടെ പ്ലോട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഫൈനലി എന്താ പറയുക, സോണിക് മീറ്റ് ഹിസ് മാച്ച് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മറ്റേ കുൻഫു പാൻഡെ പറയുന്ന ഡയലോഗ്, ഫൈനലി യു മെറ്റ് മൈ മാച്ച്, അവർ ബാറ്റിൽ വിൽ ബി ലെജൻഡറി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ കാണിച്ചു തരാനും ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഈ ഒരു സിനിമ കുറച്ചും കൂടി കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സോണിക്കിൻ്റെ ക്യാരക്ടേഴ്സിനെ തന്നെയാണ് അവർ കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഹ്യൂമൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഒരു വളരെ നല്ല രീതിയിൽ തന്നെ കുറച്ചിട്ടുണ്ട്. അത് ഈ ഒരു സിനിമയുടെ അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ആദ്യമേ ഞാനൊരു കാര്യം പറയാം, സോണിക്കിന് ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതേ ഒരു സെയിം ലെവലിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയും കാണാൻ കഴിഞ്ഞേക്കണം. നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. കുറേ കിടിലനായിട്ടുള്ള ആക്ഷൻ സെറ്റ് പീസ് ഉണ്ട്. പിന്നെ ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കിയാനോ റീവ്സിൻ്റെ ഷാഡോനെ കുറിച്ച് പറഞ്ഞാൽ മതിയുള്ളൂ. പുള്ളിക്കാൻ ഈ ഒരു സിനിമയ്ക്കകത്ത് വൺ പോലെ തന്നെയാണ്. അത് ഏതൊരു രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം കിയാനോ റീവ്സ് ഒരു വില്ലൻ്റെ ക്യാരക്ടറിനെ പ്ലേ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ കൊണ്ടുവരുന്നത്, ആ ഒരു ക്യാരക്ടറിൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. റീസെൻ്റ്ലി സൈബർ പങ്ക് 2077 ജോണി സിൽവർ ഹാൻഡ്സിൻ്റെ ക്യാരക്ടറിന് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു രീതിയിലുള്ളൊരു ആൻറ്റി ഹീറോ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. ആൻഡ് ആ ഒരു അഡാപ്റ്റേഷൻ പോലെ തന്നെയുള്ളൊരു അഡാപ്റ്റേഷൻ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ഷാഡോയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഷാഡോയുടെ ഒറിജിൻ സ്റ്റോറി ഒരു സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോക്കിമോൺ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനകത്ത് മ്യൂട്ടൂൻ്റെ ഒറിജിൻ സ്റ്റോറി പോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. പിന്നെ 2 വീഡിയോ ഗെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഞാൻ ഇത്രേ പറയുള്ളൂ, കഴിഞ്ഞ വർഷം, അതായത് ഇത് കഴിഞ്ഞ വർഷമാണ് ശരിക്കും ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് അടുത്തിടെ ലഭിച്ചിട്ടുള്ള വീഡിയോ ഗെയിം സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിഡിലനായിട്ടുള്ളൊരു ഫ്രാഞ്ചൈസ് നമുക്ക് ഇനിയിപ്പോൾ പറയാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി 3 സിനിമകളുണ്ട്. ആൻഡ് നമ്മൾ ഈ 3 സിനിമയും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. സോണിക് 1 മുതൽ സോണിക്കിൻ്റെ 3ാമത്തെ സിനിമ വരെ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഞാനിവിടെ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നത് തന്നെയാണ്. സോ കിയാനോ റീവ്സ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു വില്ലൻ്റെ പ്രസൻസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സോണിക്കും ഷാഡോയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, അത് സൂപ്പറായിട്ട് തന്നെ അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തു തന്നിട്ടുണ്ട്. ഇനി കിയാനോ റീവ്സിനെ മാറ്റി വെച്ചിന് എടുത്ത് പറയേണ്ട മറ്റൊരു വലിയൊരു ക്യാരക്ടർ തന്നെയാണ് ജിം ക്യാരി. ആൻഡ് നമുക്കറിയാം ജിം ക്യാരി കുറേ നാളായിട്ട് അഭിനയം വേണ്ടെന്നൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് വീണ്ടും ഡോക്ടർ റോബോട്ട്നിക് ആയിട്ട് പുള്ളിക്കാരൻ തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് 2 ക്യാരക്ടറാണ് പുള്ളിക്കാരൻ പ്ലേ ചെയ്യുന്നത്. അതായത് ഒന്ന് നമ്മുടെ മെയിൻ ഡോക്ടർ റോബോട്ട്നിക്കിൻ്റെ ക്യാരക്ടർ തന്നെ, ഒന്ന് ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ എൻ്റെ അപ്പൂപ്പൻ്റെ ക്യാരക്ടർ. ആൻഡ് അത് പുള്ളിക്കാരൻ വൺ പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം തന്നെ നമുക്കറിയാം ജിം ക്യാരി എത്ര കിടിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണെന്നുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നില്ല അതായത് പുള്ളിക്കാരൻ്റെ ഡയലോഗ്സ് ഒക്കെ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളൊരു കാര്യം. പുള്ളിക്കാരൻ കയ്യിൽ നിന്നെടുത്ത് കാച്ചുന്ന പോലത്തെയുള്ള ഡയലോഗ്സ് എല്ലാം നമുക്കിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് ഈ ഒരു സിനിമയ്ക്ക് അത് ഭയങ്കര എൻ്റർടൈനിങ് ആക്കാനും അത് കൂടാതെ ഭയങ്കര കോമഡി ചെയ്യിപ്പിക്കാനും അവർക്ക് സൂപ്പറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഹ്യൂമർ സെൻസും ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ CGയും VFX ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന സിനിമയിലെ പോലെ തന്നെ ഇതിനകത്ത് ഒരു ടോപ്പ് നോച്ച് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇത്രയും പറയുള്ളൂ, ഈ ഒരു ന്യൂ ഇയറിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട്, അതായത് എസ്പെഷ്യലി കുട്ടികളെയും കൊണ്ട് തിയേറ്ററിൽ പോയി നല്ലൊരു എൻ്റർടൈനിങ് സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ക്രേവൺ അല്ല അതാണ് ഈ സിനിമ. സോണിക്കിൻ്റെ 3ാമത്തെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ തന്നെയാണ്. കുട്ടികൾക്ക് ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളൊരു സോണിക്കിൻ്റെ ഫാൻ ആണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും
നമുക്കും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് കുറേ നാൾ കൂടിയിട്ട് നല്ലൊരു വീഡിയോ ഗെയിമിൻ്റെ അഡാപ്റ്റേഷൻ വരുന്നൊരു സിനിമയും കൂടിയായിട്ടാണ് സോണിക് ദ 3 എനിക്ക് തോന്നിയിട്ടുണ്ടായത്. പിന്നെ ആ കൂടി ഒരു സിനിമയുടെ ചെറിയൊരു പോരായ്മയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് സീക്വൽ ബേറ്റ് അവർ വീണ്ടും വിട്ടു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ നേരത്തെ സോണിക്കിൻ്റെ സിനിമയിൽ കണ്ട പോലെ തന്നെ ആവശ്യമില്ലാത്ത കുറേയധികം ക്രിഞ്ചായിട്ടുള്ള സീൻസ് ഇതിനകത്തുണ്ട്. കോമഡി നല്ലതാണ്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി നല്ലത് തന്നെയാണ്. കാരണം ജിം ക്യാരി ഒരു ഗോട്ട് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ചില കുറച്ച് സീൻസ് ക്രിഞ്ചായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ജിം ക്യാരി ആണെങ്കിലും കിയാനു റീവ്സ് ആണെങ്കിലും അവരുടെ രണ്ടുപേരുടെ റോളും സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെന്നിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ബെന്ന് സോണിക്കിൻ്റെ ക്യാരക്ടറിനെയും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ പുള്ളിക്കാരൻ ഈ ഒരു സിനിമയ്ക്കകത്ത് സൂപ്പറായിട്ട് തന്നെ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം നക്കിൾസിൻ്റെ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്ന ഇഡ്രിസ് എൽബയാണ്. പുള്ളിക്കാരൻ ഇതിനകത്ത് ഒരു കിടിലനായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും കിയാനു റീവ്സ് അത് വേറൊരു ലെവല് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് സോണിക്കിൻ്റെ പുതിയൊരു സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പനിയും ജലദോഷമൊക്കെ തന്നെയാണ്, അതാണ് സൗണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10. ഇപ്പോൾ ഈ ഒരു സോണിക്കിൻ്റെ ഫ്രാഞ്ചൈസിലെ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണ്? ആദ്യത്തെയാണോ ഇതാണോ? നിങ്ങളുടെ ഫേവറേറ്റ് സോണിക്കിൻ്റെ ക്യാരക്ടർ ആരാണ്? ഇതെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ സേഫ്, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.